പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവകരുണ നിറഞ്ഞു നിൽക്കുന്ന നേഴ്സസ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എഫേസസ് 2:10 ഇപ്രകാരം പറയുന്നു: നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈ വചനത്തിൻ്റെ അഭിഷേകം ജീവിതത്തിലുടനീളം അനുഭവിച്ചറിഞ്ഞ ബഹ്റൈൻ നേഴ്സസ് മിനിസ്ട്രിയിലെ റീജയും ജെഫിയും പങ്കുവയ്ക്കുന്നത് പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. എൻ്റെ പേര് റീജ ജോയ്. 20 വർഷമായി ബഹ്റൈനിൽ കുടുംബസമേതം താമസിക്കുന്നു. ബഹ്റൈനിലൊരു ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. നാട്ടിൽ എറണാകുളം അങ്കമാലി അതിരൂപത കൊരട്ടി സെൻറ് മേരീസ് ഫൊറോന ചർച്ച് അംഗമാണ്. എൻ്റെ പേര് ജെഫി മെത്തൂൻ. ഞാൻ 14 വർഷമായി ഇവിടെ ബഹ്റൈനിൽ കുടുംബസമേതം താമസിക്കുന്നു. ഇവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ നാട് തൃശ്ശൂരാണ്. പക്ഷേ ഞാൻ പഠിച്ചതും വളർന്നതും മുംബൈയിലാണ്. സേക്രഡ് ഹാർട്ട് ചർച്ച്, ഗോറേഗാവ്, കല്യാൺ രൂപത അംഗമാണ്. ജെഫി, കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണല്ലോ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അടിത്തറ പാകുന്നത്. ജെഫിയുടെ കുട്ടിക്കാലത്തെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായും റീജ. ഞാൻ പഠിച്ചതൊക്കെ മുംബൈയിലല്ലേ. അപ്പോൾ എൻ്റെ മമ്മിയാണ് എൻ്റെ വലിയൊരു റോൾ മോഡൽ. മമ്മി എത്ര തിരക്കുണ്ടായാലും വൈകിട്ട് പള്ളിയിൽ പോവും. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചെല്ലും. എത്ര വൈകിയാലും കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. അതുപോലെ തന്നെ മമ്മി ആയാലും എൻ്റെ ഡാഡി ആയാലും ഞങ്ങൾ കുടുംബസമേതം പള്ളിയോട് ആ പള്ളിയുടെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കുചേരാറുണ്ട്. നാട്ടിൽ വെക്കേഷന് പോകുമ്പോൾ എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയും അവരുടെ ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു കുർബാന അറ്റൻഡ് ചെയ്തിട്ടാണ്. അതൊക്കെ ചെറുപ്പം മുതൽ കണ്ടു വളർന്ന കാരണം ആത്മീയമായിട്ട് എനിക്ക് വളരാൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതാനുഭവങ്ങളാണെങ്കിലും കുട്ടിക്കാലത്തെ ജീവിതാനുഭവങ്ങളാണെങ്കിലും ഇതുപോലെ ഇതിനോട് വളരെ സാമ്യമുള്ളത് തന്നെയാണ്. അപ്പൂപ്പനും അമ്മയും ദിവസവും അനുദിന ദിവ്യബലിക്ക് പോകുന്നതും പിന്നെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള പ്രാമുഖ്യവും പ്രഥമ സ്ഥാനവും എല്ലാം കണ്ടാണ് ഞാനും വളർന്നത്. ജീവിതത്തിൽ ഞങ്ങളുടെ വീട് പള്ളിയുടെ തൊട്ടടുത്താണ്. അപ്പോൾ പള്ളിയുടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അതിനടുത്ത് ഒരു കോൺവെൻറ്റും ഉണ്ട്. സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റുണ്ട്. ആ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുമിച്ച്, സംഘടനാ പ്രവർത്തനങ്ങളിലായാലും മത്സരങ്ങളിലായാലും എല്ലാത്തിലും ഒരുമിച്ച് പങ്കെടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിരുന്നു. പിന്നെ കുടുംബത്തിലാണെങ്കിൽ എൻ്റെ 2 ആൻറ്റിമാർ സിസ്റ്റേഴ്സാണ്. അപ്പോൾ അവർ തന്നൊരു ഉൾക്കാഴ്ച ആത്മീയ ജീവിതത്തിന് സഹായമായിട്ടുണ്ട്. ഒപ്പം തന്നെ എൻ്റെ കുട്ടിക്കാലത്താണ് കരിസ്മാറ്റിക് പ്രസ്ഥാനം ആകമാനം പടർന്നു പിടിക്കുന്നത്. അത് തുടങ്ങുന്നത് പോട്ട ആശ്രമം, ഡിവൈൻ ധ്യാനകേന്ദ്രമൊക്കെ അവിടെ നിന്നാണ്. അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ അവിടുത്തെ അനുദിന ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കാൻ പോകുമായിരുന്നു. പ്രാർത്ഥനയുടെ ഒരു ആൾരൂപം തന്നെയാണ് എൻ്റെ അമ്മ. അപ്പോൾ ഈ അവധി ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് അമ്മച്ചി ഈ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കാൻ പോകും. അപ്പോൾ ഇതെല്ലാം എൻ്റെ കുട്ടിക്കാലത്ത് ആത്മീയ ജീവിതത്തിന് അടിത്തറ പാകിയിട്ടുണ്ട്. ജെഫി നഴ്സിംഗിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത്? നഴ്സിംഗ് ഒരു സ്വപ്നമായിരുന്നോ? നഴ്സിംഗിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഒരു വചനമാണ് ഓർമ്മ വരുന്നത്. യോഹന്നാൻ 15-ാം അധ്യായം 16-ാം വാക്യം ഈ പ്രകാരം പറയുന്നു: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അർത്ഥമുള്ള ഒരു വചനമാണ്. എനിക്ക് ശരിക്കും നഴ്സിംഗ് ഇഷ്ടമില്ലായിരുന്നു. ഞാൻ ചെറുപ്പം മുതൽ ഒന്നെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എൻജിനീയർ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് എയിം വെച്ചിട്ടായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ കുടുംബത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം എനിക്ക് ആ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കൺഫ്യൂഷനിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ വരുന്നത്. അവൾക്ക് BSc നഴ്സിംഗ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ കൂട്ടിന് എന്നോട് വരുമോ എന്ന് ചോദിച്ചു.
അങ്ങനെ മമ്മിയുടെ നിർബന്ധം കാരണം ഞാൻ അവളുടെ കൂടെ പോയി എൻട്രൻസ് എക്സാം എഴുതി. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ സെലക്റ്റായി, അവൾക്ക് സെലക്ഷൻ കിട്ടിയില്ല. അങ്ങനെ അവൾ ഒരുപാട് വിഷമത്തിലായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ചിന്തിച്ചു, എന്നിൽ ഒരു ക്വാളിറ്റി ഉള്ള, നേഴ്സ് ആവാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് ഈശോയ്ക്ക് അറിഞ്ഞിരുന്നു. അത് കാരണമാണ് എനിക്ക് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ ദൈവം എന്നെ സഹായിച്ചത്. അതിനെ ഓർത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നഴ്സിംഗ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ഇതൊരു പ്രൊഫഷൻ മാത്രമല്ല, ഒരു വൊക്കേഷൻ ആണെന്ന് മനസ്സിലായി. ഇപ്പോൾ ഞാൻ ഒരു നേഴ്സ് ആയിരുന്നതിന് എനിക്ക് ഒത്തിരി പ്രൗഡ് ഫീൽ ചെയ്യണു. ജെഫി പറഞ്ഞല്ലോ നഴ്സിംഗ് ജെഫിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നെന്ന്. എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും നഴ്സിംഗ് ഇല്ല. ഞങ്ങൾ 2 ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ടായിരുന്നു എൻ്റെ വീടിനടുത്ത് തന്നെ, എൻ്റെ ഒരു കൂട്ടുകാരി. ഞങ്ങൾ 1 തുടങ്ങി 12 വരെ ഒരുമിച്ചാണ് പഠിച്ചത്. എപ്പോഴും കമ്പൈൻ സ്റ്റഡി നടത്തുമായിരുന്നു. ഞങ്ങളുടെ മാർക്ക് പോലും ഒരുപോലെയാണ് വരിക എക്സാം കഴിയുമ്പോൾ. അപ്പോൾ അവൾക്ക് നേഴ്സാവണമെന്നായിരുന്നു ആഗ്രഹം. ഈ നേഴ്സാവുന്ന ആഗ്രഹം എപ്പോഴും എന്നോട് പറയും. അപ്പോൾ ഞാൻ പറയില്ല, എനിക്ക് ജേർണലിസ്റ്റ് ആവാനാണ് ഇഷ്ടം. 12 കഴിഞ്ഞ ആ സമയത്ത് അവൾ നഴ്സിംഗുമായിട്ട് മുന്നോട്ട് പോയി. അതിനുവേണ്ടിയുള്ള ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് അവൾ പുറത്ത് ഹൈദരാബാദിലാണ് പഠിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ജോയിൻ ചെയ്തു. ആ സമയത്ത് അവൾ നഴ്സിങ്ങിന് പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അവളുടെ അമ്മച്ചി എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു സീറ്റ് ആരോ ക്യാൻസലായത് ബാക്കിയുണ്ട്, റീജയ്ക്ക് നഴ്സിങ്ങിന് പോകുന്ന കാര്യമൊന്ന് ആലോചിച്ചൂടെ, കാരണം പെൺകുട്ടികൾക്ക് കുറച്ചും കൂടെ നല്ലത് ഈ നഴ്സിംഗ് എന്നുള്ള പ്രൊഫഷനല്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഒന്ന് ചിന്തിച്ച് നോക്കൂ, അതല്ലേ നല്ലത്, 3-4 വർഷം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജോലിയാവും. അപ്പോൾ അവൾ ജോലി കിട്ടി, അവൾ നല്ല മിടുക്കിയായിട്ട് നടക്കും. നീ അപ്പോഴും ഡിഗ്രി പഠിച്ച് ജേർണലിസം പഠിച്ച് ജോലി കിട്ടാതെയൊക്കെ ഇവിടെ നടക്കും, എന്താ വേണ്ടതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് എന്നോട് പറഞ്ഞു. ആ സമയത്ത് എന്തുകൊണ്ടോ ദൈവം എന്നെ പ്രചോദിപ്പിച്ചതാകണം, അതുവരെ ഞാൻ നഴ്സിങ്ങിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിലും ആ സമയത്ത് ഞാൻ അതിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ 2 ദിവസം കൊണ്ടാണ് ഞാൻ നഴ്സിങ്ങിന് ചെന്ന് ചേരുന്നത്. ഇപ്പോൾ നഴ്സിംഗ് പഠിക്കാൻ തുടങ്ങിയ ആദ്യത്തെ വർഷം എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തൊക്കെയോ ആർക്കോ വേണ്ടി പഠിക്കുന്നത് പോലെ അങ്ങനെ എങ്ങനെയോ പഠിച്ചു. പക്ഷേ പിന്നീട് രോഗികളായിട്ടുള്ള ഇടപെടലൊക്കെ തുടങ്ങിയ ആ ഡ്യൂട്ടിയൊക്കെ തുടങ്ങുന്ന ആ സമയം നമ്മൾ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുമ്പോൾ അവരുടെ തിരിച്ചുള്ള ആ സന്തോഷവും സംതൃപ്തിയൊക്കെ കാണുമ്പം മെല്ലെ മെല്ലെ ഞാൻ നഴ്സിംഗ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നീട് ഇവിടെ ബഹ്റിനിൽ വന്ന ആ സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നഴ്സസ് മിനിസ്ട്രിയൊക്കെ തുടങ്ങിയ ആ സമയത്ത് അതിലത്തെ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ എൻ്റെ നഴ്സിങ്ങിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറി മറിഞ്ഞു. കാരണം യേശുവിൻ്റെ സൗഖ്യ ശുശ്രൂഷയിലെ കരങ്ങളാണ് ഓരോ നഴ്സുമാരും എന്ന് എൻ്റെ മനസ്സിലായ സമയം എൻ്റെ നഴ്സിംഗ് എന്നുള്ള ഈ ഒരു പ്രൊഫഷനെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ നഴ്സിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അർത്ഥവത്തായിട്ടുള്ള ഒരു വചനമുണ്ട്. സുഭാഷിതങ്ങൾ 16:1. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. തീർച്ചയായിട്ടും ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, എൻ്റെ പദ്ധതികളൊക്കെ പരാജയപ്പെട്ടിടത്ത് ദൈവം എൻ്റെ കാര്യത്തിൽ ഒരു നല്ല തീരുമാനം നടപ്പിലാക്കി. അതാണ് ഈ നഴ്സിംഗ് പ്രൊഫഷൻ. തീർച്ചയായും റീജ, ദൈവം നമ്മളുടെ അമ്മമാരുടെ ത്രൂ ആണ് ഈ ഒരു പ്രൊഫഷൻ നമ്മൾക്ക് തിരഞ്ഞെടുക്കാൻ സഹായിച്ചത്, അല്ലേ? ഇതുപോലെ തന്നെ എനിക്ക് നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ തടസ്സങ്ങൾ കാരണം അത് നടന്നില്ല. അവസാനം പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ബഹ്റിനിലേക്ക് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇവിടെ ഒരു നല്ല ഹോസ്പിറ്റലിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ജോലി ഇല്ലാണ്ട് വർഷങ്ങളായിട്ട് ട്രൈ ചെയ്യണു. കുറേ പേരൊക്കെ ക്ലിനിക്കിൽ ചേർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് നെക്സ്റ്റ് മാസം തന്നെ എനിക്ക് ഇൻ്റർവ്യൂവിന് കോൾ വന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ സെലക്റ്റായി. ലൈസൻസിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന നേരത്തായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയത്. അങ്ങനെ എനിക്ക് നാട്ടിൽ പോകേണ്ടി വന്നു. എനിക്ക് 8-ാം മാസം നടക്കുമ്പോഴാണ് എൻ്റെ ലൈസൻസ് റെഡി ആവണത്. അങ്ങനെ അധികാരികൾ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, ജെഫി 6 മാസത്തിൻ്റെ ഉള്ളിൽ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഈ ജോലി പോകുന്നു. പക്ഷേ ഹസ്ബൻഡ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി, അവൾ അടുത്ത മാസം ഡെലിവറിയാണ്, അത് കഴിഞ്ഞ് വന്ന് ജോയിൻ ചെയ്യും. അങ്ങനെ ദൈവകൃപയാൽ എനിക്കിവിടെ ഒരു ജോലി ദൈവം ഒരുക്കി വെച്ചിരുന്നു. അതെനിക്ക് കിട്ടി. 14 വർഷമായിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ ഇവിടെ ജോലി ചെയ്തു വരുന്നു. ദൈവത്തിന് ഒരുപാട് നന്ദി.
നേഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് 1 വർഷം ഞാൻ നാട്ടിൽ ജോലി ചെയ്തു. പിന്നീട് ഞാൻ ബോംബെയിലാണ് ജോലി ചെയ്തത്. ബോംബെയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് എനിക്ക് വിദേശ സ്വപ്നങ്ങളൊന്നുമില്ല. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് ജോലി ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അവധിക്ക് വന്നപ്പോഴാണ് എൻ്റെ ഈ വിവാഹം ശരിയായി. ഞാൻ അങ്ങനെ ഭർത്താവ് ഇവിടെയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നെ ഫാമിലി വിസയൊന്നും ഇല്ലാതിരുന്നിട്ടും ഒരു പ്രൈവറ്റ് വിസ എടുത്തിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ജോലി എല്ലാവിടെയും ഞാൻ അപ്ലിക്കേഷനെല്ലാം കൊടുത്തു. പക്ഷേ ഈ അപ്ലിക്കേഷനൊക്കെ കൊടുത്തപ്പം എന്നോട് ഹസ്ബൻഡ് പറയുന്നുണ്ട് ഇവിടെ ജോലി കിട്ടാൻ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ ഞാൻ ആ സമയത്ത് ഭർത്താവിനോട് പറയും, ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. എന്നെ ഇവിടെ ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു നല്ല ജോലിയും ദൈവം തരും. അപ്പോൾ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുമായിരുന്നു. ടാക്സി വിളിച്ചാണ് അന്ന് പള്ളിയിൽ പോകുന്നത്. ആ പള്ളിയിൽ പോകുമ്പം ഞാൻ ഇന്ന് ജോലി ചെയ്യുന്ന ആ ഹോസ്പിറ്റലിൽ എനിക്ക് കാണാം. അപ്പോൾ ഞാൻ എന്നും പറയും, ഈ കാണുന്ന ഹോസ്പിറ്റലിലാണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു പുതിയ ബിൽഡിങ്, ആ ബിൽഡിങ്ങിലായിരിക്കും ഞാൻ ജോലി ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും, അങ്ങനെയാണെങ്കിൽ നല്ലതാണ്. അപ്പം ഞാൻ ഇന്ന് തിരിച്ചാലോചിക്കുമ്പോൾ ജെഫി, അത് ദൈവം എനിക്ക് സത്യമാക്കി തന്നു. ഞാൻ അവിടെ തന്നെയാണ് 20 വർഷമായിട്ട് ജോലി ചെയ്യുന്നത്. അതേ പുതിയ ബിൽഡിങ്ങിൽ ആ ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം എത്രത്തോളം ശ്രദ്ധിച്ചാണ് നമുക്ക് ഓരോരോ നന്മകൾ തന്നിരിക്കുന്നത് അല്ലേ? ഇതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു സാക്ഷ്യം എനിക്ക് പറയാനുണ്ട്. വലിയൊരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. ചെറുപ്പത്തിലൊക്കെ ഞാൻ റിട്രീറ്റിനൊക്കെ പോകുമ്പോൾ ഈ രോഗസൗഖ്യം പിന്നെ പല അത്ഭുതങ്ങളൊക്കെ കണ്ടപ്പോൾ ചിന്തിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ദൈവമേ ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാവോ ഇല്ലേന്ന്. അത് ശരിക്കും ദൈവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടത്തി തന്നു. എനിക്ക് ആദ്യത്തെ കൊച്ചുണ്ടായിട്ട് 6 വർഷം കൊച്ചുങ്ങൾ ഉണ്ടാവുന്നില്ലായിരുന്നു. അങ്ങനെ ഞാനും ഭർത്താവും എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കൊച്ചുമോനും പ്രാർത്ഥനയിൽ പറയാറുണ്ട്, ദൈവമേ എനിക്ക് കുഞ്ഞ് സിസ്റ്ററിനെയോ ബ്രദറിനെ തരണേന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് പല യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബ്ലീഡിങ്ങും ഒരു വട്ടം DNCയും നടന്നിരുന്നു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, യൂട്രസ് എടുത്ത് കളയേണ്ടി വരും ഇതുപോലെ ബ്ലീഡിങ് ഉണ്ടായാൽ. പക്ഷെ നിൻ്റെ പ്രായം പിന്നെ നിനക്കൊരു കൊച്ചുള്ളോ അത് ഓർത്തിട്ട് ഞാനിപ്പോൾ അത് അഡ്വൈസ് ചെയ്യണില്ല, നമുക്ക് മരുന്ന് കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തു. എല്ലാം ഓക്കെ ആയി വരികയായിരുന്നു. പിന്നെ ഇതുപോലെ എനിക്ക് ബ്ലീഡിങ് വരാണ്ടായി. അങ്ങനെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യ്, അത് പോസിറ്റീവ് ആണെങ്കിൽ നല്ലതാണ്, നെഗറ്റീവ് ആണെങ്കിൽ ബ്ലീഡിങ് വരാനുള്ള മരുന്ന് ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ പ്രഗ്നൻസി നെഗറ്റീവ് ആയിരുന്നു. ഞാനത് ബ്ലീഡിങ്ങിനുള്ള മരുന്ന് ഡോക്ടർ പറഞ്ഞ പോലെ 5 ദിവസം എടുത്തു. ഈ സമയത്ത് എൻ്റെ പള്ളിയിൽ നിന്ന് ഞാൻ അറിയുന്ന ഒരു ചേച്ചി വിശുദ്ധ നാട് സന്ദർശിച്ച് മാതാവിൻ്റെ ഗ്രോട്ടോയിൽ നിന്ന് വ്യഞ്ചരിച്ച് കിട്ടിയ ഒരു പൊടി കൊണ്ടുവന്നിരുന്നു. അതെനിക്ക് തന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ മാതാവിനോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ കൊച്ചുങ്ങളുണ്ടാവും എന്നുള്ള കുറേ ടെസ്റ്റിമോണികൾ ഞാൻ കേട്ടിരുന്നു. അങ്ങനെ ഞാൻ ഈ പൊടി ചേച്ചിയുടെ നിന്ന് വാങ്ങി ഞങ്ങളുടെ വീട്ടിലെ ഓൾട്ടറിൽ വെച്ചു. ബ്ലീഡിങ് എല്ലാം വന്നു കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെച്ചിരുന്നത്. പക്ഷെ ദൈവം എൻ്റെ ഹസ്ബൻഡ് ത്രൂ ആയിട്ട് സംസാരിച്ചു. ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ എന്തിനാ പൊടി വാങ്ങിച്ച് വെറുതെ ഓൾട്ടറിൽ വെച്ചിരിക്കുന്നത്, അത് കഴിച്ചുകൂടെ, എന്തിനാ വെയിറ്റ് ചെയ്യണേന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ബ്ലീഡിങ് വന്നു കഴിഞ്ഞിട്ട് കഴിക്കാനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. പക്ഷെ ഹസ്ബൻഡ് ഒരു നിർബന്ധം കാരണം ഞാൻ ആ പൊടി കഴിച്ചു. ആ സമയത്താണ് ഞാൻ ഈ ബ്ലീഡിങ് വരാനുള്ള മരുന്നും കഴിച്ചിരുന്നത്. അങ്ങനെ 10 ദിവസം വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് ബ്ലീഡിങ് വരാണ്ടായപ്പോൾ മനസ്സിൽ പല പേടിയൊക്കെ വരാൻ തുടങ്ങി, ഇനി വേറെ എന്തെങ്കിലും അസുഖമാണോ എനിക്ക്. അങ്ങനെ ഞാൻ ഉടനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. ഡോക്ടറും വിചാരിച്ചു ഇത് എന്താ ബ്ലീഡിങ് വരാത്തത്. അങ്ങനെ അർജൻറ്റായിട്ട് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ പ്രഗ്നൻ്റ് ആണ്, കൊച്ചിന് ഹാർട്ട് ബീറ്റും ഉണ്ടെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടത്തി. ഒരു ആരോഗ്യമുള്ള ഒരു കൊച്ചിനെ എനിക്ക് ദൈവം നൽകി. ഈ കൊച്ചിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ പള്ളിയിൽ നഴ്സസ് മിനിസ്ട്രി വഴിയായി ഞങ്ങൾക്കൊരു പുസ്തകം കിട്ടിയിരുന്നു, മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ. ആ ബുക്ക് ഞാൻ 33 ദിവസം ഓരോ ദിവസം പ്രാർത്ഥിച്ച് ഒരുങ്ങി കുമ്പസാരിച്ച് കുർബാനയിൽ പങ്കെടുത്തിട്ട് ആ പുസ്തകം വായിച്ചിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും മാതാവിൻ്റെ ആ ജീവിതശൈലി നമ്മളുടെ ജീവിതത്തിൽ അത് എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാം, അത് ഞാൻ ഈ ഒരു അനുഭവത്തിലൂടെ പഠിച്ചു. തീർച്ചയായിട്ടും ജിഫി. അതേസമയം ഞാനും ആ വിമല ഹൃദയ പ്രതിഷ്ഠ നഴ്സസ് മിനിസ്ട്രിയിലൂടെ അതുപോലെ ഒരു ബുക്ക്, പ്രാർത്ഥനാ ബുക്ക് കൃപയ്ക്ക് മേൽ കൃപ, ഞാൻ ഓർക്കുന്നു. ഞാനും ആ പ്രാർത്ഥന വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. ആ സമയം എൻ്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളുടെ ഒരു സമയമായിരുന്നു. വിശ്വാസത്തിലൊക്കെ ഉറച്ചു നിന്ന ഒരാളാണെങ്കിലും ഞെരുക്കങ്ങൾ ചുറ്റുപാടുമായിരുന്നു. ആരോഗ്യകരമായ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ. ഇതിനിടയ്ക്ക് ഞാൻ വല്ലാതെ ഞെരുങ്ങിയിരുന്ന സമയത്താണ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ. അത് ചെയ്യാൻ ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ അതിനെ 33 ദിവസം ഒരുങ്ങി പ്രാർത്ഥിച്ചു. ദിവസവും രാവിലെയും വൈകിട്ടും ആ പ്രാർത്ഥന ചൊല്ലും. ഒപ്പം തന്നെ കുർബാനയ്ക്കും വിശുദ്ധ കൂദാശകളെല്ലാം സ്വീകരിച്ച് ഒരുക്കത്തോടെ 33 ദിവസം ആ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്തത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ സൃഷ്ടിച്ചു. മാതാവിൻ്റെ കണ്ണിലൂടെ സഹനങ്ങളെ കാണാൻ ഞാൻ അന്ന് പഠിച്ചു. ശരിക്കും ആത്മീയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് മുൻപും പിൻപും എന്ന് പറയാവുന്ന രീതിയിൽ അത്രയും നല്ലൊരു അനുഗ്രഹപ്രദമായിട്ടുള്ളൊരു പ്രാർത്ഥനയായിരുന്നു അത്. പിന്നെ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലും ഒരു ദൈവാനുഭവം എനിക്കുണ്ട്. അവന് ഞാൻ ആക്ച്വലി ജോലിക്ക് ചേർന്ന ആ സമയത്ത് തന്നെ പെട്ടെന്ന് 4 മാസത്തിന് ശേഷം ഞാൻ പ്രഗ്നൻ്റായി. ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു രീതി അനുസരിച്ച് ആവശ്യമുള്ള ലീവ് നമുക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് പ്രഗ്നൻ്റ് ആവരുതെന്നാണ് അവിടുത്തെ നിയമം. അപ്പോൾ അധികാരികളിലൂടെയൊക്കെ ഇടപെട്ട് ദൈവം വളരെ മനോഹരമായിട്ട് ആ നിയമം തന്നെ മാറ്റി നമുക്ക് സാലറി ഇല്ലാത്ത ലീവ് എടുത്ത് ഡെലിവറി ആവാനുള്ള ഒരു അനുവാദം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും അതേസമയം പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിലൂടെ ആ ഹോസ്പിറ്റലിൽ തന്നെ ആ നിയമം മാറി. അങ്ങനെ ഞങ്ങൾക്ക് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുവാനും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കാനും ഇടയായി. പ്രൈസ് ദി ലോർഡ്. പിന്നീട് 3 മാസം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മ പോയി 3 മാസത്തിന് ശേഷം അവന് എക്സിമ എന്നുള്ളൊരു രോഗാവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അവന് എപ്പോഴും കരച്ചിലും വരണ്ട ചർമ്മം, ഇങ്ങനെ ചൊറിച്ചിൽ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ പോയതിന് ശേഷം തലയ്ക്ക് മുകളിൽ ശിരസിൽ ഒരു കുരു ഇങ്ങനെ പൊങ്ങി വന്നു. അത് പഴുപ്പ് നിറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് തലയുറയ്ക്കാത്ത ഭാഗത്തായതുകൊണ്ട് മുറിച്ച് പഴുപ്പ് നീക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു ചികിത്സാരീതി നോക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൈ അറിയാതെ കൊണ്ട് ആ കുരു പൊട്ടിപ്പോയി. അതിലെ പഴുപ്പൊക്കെ പോയല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുമ്പം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ആ കുരു പിന്നെയും ഇങ്ങനെ പൊങ്ങി വന്നു. അപ്പോൾ അത് കണ്ടപ്പം ഞങ്ങളുടെ ന്യൂറോ സർജന് റെഫറൻസ് കൊടുത്ത് സർജൻ വന്ന് കണ്ടപ്പോൾ അത് മിക്കവാറും തലച്ചോറുമായിട്ട് ബന്ധമുള്ള ഒരു പഴുപ്പാണ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തലയോട്ടി തുറന്നിട്ടുള്ള ഒരു ശസ്ത്രക്രിയ ചെയ്യണം. പക്ഷേ കുഞ്ഞിന് മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ നോർമലായിട്ടുള്ള ഒരു മാറ്റങ്ങൾ, ഒരു വളർച്ചയുടെ പടവുകളൊന്നും താണ്ടാൻ അവന് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല എന്നൊക്കെ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞപ്പോൾ മനസ്സുരുകി കൊന്ത ചൊല്ലി കരഞ്ഞ് പ്രാർത്ഥിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, നമുക്ക് 21 ദിവസം സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് കൊടുത്ത് നോക്കാം, എന്നിട്ട് ബാക്കി എന്താണെന്നുള്ളത് പിന്നെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ 21 ദിവസത്തിന് ശേഷം കുഞ്ഞിൻ്റെ തലയിലെ കുരു പാടെ മാറിപ്പോയി. അവൻ്റെ വളർച്ചയുടെ പടവുകളിലൊന്നും യാതൊരു കുറവുകളും ദൈവം വരുത്തിയില്ല. 1 വർഷത്തിന് ശേഷം MRI പിന്നെ റിപ്പീറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവൻ്റെ തലച്ചോറിനോ അതിലൊന്നും യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതിരുന്നു. പക്ഷേ ആ 3 വർഷങ്ങളിലും അവന് വളരെയധികം അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 8-ാം മാസത്തിൽ അവന് കുടൽമറിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു രീതിയാണ്, ഒരു അസുഖം ഉണ്ടല്ലോ, അതിനകത്തൊരു സർജറി ചെയ്യേണ്ടി വന്നു. പിന്നീട് 2-ാം വയസ്സിലും അവന് വേറൊരു സർജറി ചെയ്യേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ 20 വയസ്സായ എൻ്റെ മകന് അവൻ മിടുക്കനായിട്ട് പഠിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനത്തിലൂടെ എനിക്കൊരു ദൈവാനുഭവം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അമേരിക്കയിൽ പോകാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു എൻ്റെ നഴ്സിംഗ് പഠിച്ച കഴിഞ്ഞ സമയത്ത്. പക്ഷെ അതൊരു 10-12 വർഷത്തോളം ഹോൾഡായിരുന്നു. അങ്ങനെ ഞാൻ എഴുതിയ പരീക്ഷകളെല്ലാം ഞാൻ എഴുതി, പക്ഷെ അത് മുന്നോട്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. 2018 പിന്നെയും ഈ പ്രോസസ്സിങ് ഓപ്പണായി. പക്ഷെ ഞാൻ ആ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇതെൻ്റെ നന്മയ്ക്കാണെങ്കിൽ മാത്രം ഇത് നടത്തി തന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡും
ഈ കാര്യത്തിൽ നല്ല സപ്പോർട്ടായിരുന്നു. ആൾ എന്നോട് പറഞ്ഞു നീ ഇത് പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും എൻക്ലെക്സിന് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് എൻക്ലെക്സ് എഴുതാൻ പറ്റിയില്ല. കോവിഡ് വന്നു. അങ്ങനെ ട്രാവൽ എല്ലാം ബാൻഡായി. അങ്ങനെ ഞാൻ വീണ്ടും കോവിഡ് സമയത്ത് 3-4 വർഷത്തെ ഗ്യാപ്പായി. പിന്നെ എനിക്ക് മൂന്നാമത്തെ ഒരു കൊച്ച് ജനിച്ചു. അങ്ങനെ കൊച്ച് ജനിച്ച് കഴിഞ്ഞിട്ട് പിന്നെ 2022 ഞാൻ എൻക്ലെക്സ് എക്സാം ക്ലിയർ ചെയ്തത്. പിന്നെ 2 വർഷത്തോളം എനിക്കെടുത്തു എൻ്റെ പേപ്പർ വർക്ക് നടക്കാൻ. അതിൽ എല്ലാ സ്റ്റേജിലും എനിക്ക് തടസ്സമായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ ഇത് എൻ്റെ നന്മയ്ക്കാണെങ്കിൽ മാത്രം ഇത് നടത്തി തന്നാൽ മതിയെന്ന്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഡിസംബർ മാസമാണ് എനിക്ക് എൻ്റെ എംബസി ഇൻ്റർവ്യൂവിന് ഡേറ്റ് വന്നത്. ആ ഡേറ്റ് എംബസി ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും ഇവരെൻ്റെ പാസ്പോർട്ട് മേടിച്ച് വെച്ചു. പക്ഷേ എനിക്ക് വിസ അടിച്ച് കിട്ടിയില്ല. എല്ലാവർക്കും യൂഷ്വലി ഒരു 1 വീക്കിൽ വിസ അടിച്ച് കിട്ടുന്നതാണ്. പക്ഷേ എനിക്കത് 2 മാസം എടുത്തു. അപ്പോൾ ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയിരുന്നു. ഒരു ദിവസം ജോലി സ്ഥലത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്താ പ്രശ്നം. ഞാൻ ഈ കാര്യങ്ങളെല്ലാം അവളോട് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഐസയ്യ 45:2-3 വചനം നീ ആവർത്തിച്ച് പ്രാർത്ഥിക്ക്, തീർച്ചയായിട്ടും നിൻ്റെ ഈ തടസ്സങ്ങളെല്ലാം ദൈവം മാറ്റിത്തരും എന്ന് പറഞ്ഞു. ഈ വചനത്തിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിലും പലപ്പോഴും തടസ്സങ്ങളൊക്കെ മാറ്റിയതായിട്ട് എനിക്ക് അനുഭവമുണ്ട് ജെഫി. ശരിയാണ് റീജ. നമ്മളുടെ ഓരോരോ ചെറിയ ചെറിയ കാര്യത്തിൽ ദൈവം എത്രത്തോളം നമ്മളെ കാത്തു പരിപാലിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. റീജയുടെ ജീവിതത്തിലും ദൈവം ഇടപെട്ട ഒരു അനുഭവമില്ലേ? അത് നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും ജെഫി. അത് ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല. ഒരു 20 വർഷത്തിന് മുമ്പ് ഞാൻ ബോംബെയിൽ ജോലി ചെയ്യുമ്പോഴാണ്. ഞാൻ ആ ബോംബെയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ ആവർത്തിച്ച് അഡ്മിറ്റായി വരുന്ന ഒരു പ്രായമായ ഒരു അപ്പച്ചനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആവർത്തിച്ച് അഡ്മിറ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ രോഗിയെ നന്നായിട്ട് അറിയാം, ഒരു അടുപ്പമുണ്ട്. അപ്പോൾ ആ പ്രാവശ്യം അഡ്മിറ്റ് ആയപ്പോൾ അപ്പച്ചന് തീരെ വയ്യാതായിട്ടാണ് അഡ്മിറ്റ് ആയേക്കുന്നത്. വാർദ്ധക്യ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ ആ പ്രാവശ്യം രോഗിയെ കാണാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്രാവശ്യം വളരെ മോശമാണ് അവസ്ഥ, ആകെ അസ്വസ്ഥമാണ് അപ്പച്ചൻ്റെ കാര്യങ്ങളെല്ലാം, ഒന്ന് ഉറങ്ങാൻ വേണ്ടി ഒരു മരുന്ന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് തിരിഞ്ഞു നോക്കുമ്പം പെട്ടെന്ന് തന്നെ കുറച്ചും കൂടെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് അപ്പച്ചൻ പോയി. അങ്ങനെ അപ്പച്ചൻ ഇങ്ങനെ കൈയും കാലൊക്കെ ഇട്ടടിച്ച് വല്ലാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്ന് രോഗിക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഞാനിങ്ങനെ മനസ്സിൽ ഉരുകി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഈ അപ്പച്ചന് ഈ സമയം ജീവന് ഒരു പ്രശ്നവും വരരുത്, ഒപ്പം തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം ഈശോയെ, ഈ അപ്പച്ചന് ഒരു കുഴപ്പം ഉണ്ടാവല്ലേ എന്നിങ്ങനെ ഉരുകി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് അപ്പച്ചൻ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ അസുഖം അപ്പോഴും ഭേദമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2 ആഴ്ചയും കൂടെ അപ്പച്ചൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ അസാധ്യ കാര്യങ്ങളാണെന്ന് വിചാരിക്കുന്ന പ്രാർത്ഥനകളൊക്കെ 3 മണിക്ക് വെളുപ്പിന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ആ 2 ആഴ്ച ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 3 മണിക്ക് എഴുന്നേറ്റ് അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഒരു 2 ആഴ്ച കഴിഞ്ഞ് അപ്പച്ചൻ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയിപ്പോയി. അതെനിക്ക് വലിയ സന്തോഷമായിരുന്നു. പക്ഷെ ഞാനത് ആരോടും ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ അടുത്ത് എൻ്റെ മകൻ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോയായിരുന്നു പഠിക്കാൻ. അപ്പോൾ ആ സമയത്ത് അവനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തപ്പം ധ്യാനഗുരുവിനെ കാണാൻ ഞാനും ഭർത്താവും കൂടെ ഒരുമിച്ച് ചെന്നു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്താ ഒരു സങ്കടമൊക്കെ ആണല്ലോ, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും നാട്ടിലേക്ക് പോയി, അപ്പോൾ അതിൻ്റെ ഒരു വിഷമമാണെന്ന് പറഞ്ഞപ്പം എന്നോട് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ആരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്, ഇത്ര കുഞ്ഞു കാര്യങ്ങൾക്കൊന്നും സങ്കടപ്പെടരുത്. പ്രാർത്ഥിച്ചപ്പം ദൈവം മരണം പോലും മാറ്റി വെച്ചിട്ടുണ്ട് റീജ പ്രാർത്ഥിച്ചപ്പം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ, ഒന്ന് ഓർത്ത് നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആ ജോലി ചെയ്തിരുന്ന സ്ഥലം, ആ ഹോസ്പിറ്റൽ, പിന്നെ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഡോക്ടറിൻ്റെ ചില പ്രത്യേകതകൾ, പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കൊളീഗ്സിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഒന്ന് ഓർത്ത് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് എനിക്ക് ഞാൻ അന്ന് ജോലി ചെയ്തിരുന്ന ആ സ്ഥലം ഓർമ്മ വന്നു, ആ സംഭവം ഓർമ്മ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് ആക്ച്വലി ആ അപ്പച്ചൻ മരിക്കാനിരുന്നതാണ്, റീജ പ്രാർത്ഥിച്ചിട്ടാണ് ആ മരണം മാറ്റിവെച്ചത് ഈശോ. അപ്പോൾ ദൈവം ഇത്രമേൽ ഇടപെടുന്ന ഒരു വ്യക്തി ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾക്കൊന്നും ഓർത്ത് സങ്കടപ്പെടാൻ പാടില്ല.
അപ്പോൾ ദൈവം ഇടപെടും, ഒന്നിനെ ഓർത്ത് വ്യാകുലപ്പെടേണ്ട എന്നിങ്ങനെ അച്ഛൻ പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു സംഭവത്തിൻ്റെ ദൈവം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എത്ര കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും ദൈവം ഇടപെടും തീർച്ച എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് കിട്ടിയത്. പിന്നെ ഒരു വചനം ഞാൻ ഓർക്കുന്നുണ്ട്, നിയമാവർത്തനം 4:7. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. അതെ, എനിക്ക് നല്ല ആ ഒരു സംഭവത്തിന് ശേഷം അത് അച്ഛൻ എന്നോട് ഷെയർ ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനുഷ്യരാണല്ലോ, നമുക്കിങ്ങനെ വ്യാകുലത വരുമ്പോഴൊക്കെ ഞാൻ ഓർക്കും, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവം ആ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, എനിക്ക് വേണ്ടതാണെങ്കിൽ ദൈവം അത് തീർച്ചയായും ചെയ്തു തരും. ആ വിശ്വാസം എന്നിൽ ഉറച്ചു. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. വചനം മാംസം ധരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഭവങ്ങൾ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാൻ സാധിച്ചു. ഈ സമയം അതിനുവേണ്ടി വിനിയോഗിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ശരിയാണ് റീജ, ദൈവാനുഭവം ഒത്തിരി ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയല്ലോ റീജയ്ക്ക്. ദൈവത്തിന് ഒരുപാട് നന്ദി. വിശുദ്ധ ഡൊമിനിക് സാവിയോ പറയുന്നത് ഇപ്രകാരമാണ്: എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, പക്ഷേ ഞാൻ ചെയ്യുന്നതെല്ലാം ഏറ്റവും ചെറിയ കാര്യം പോലും ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ കൂടുതൽ തീക്ഷ്ണതയോടെ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അതുവഴി കൂടുതൽ ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.